ഹായ് ഹലോ, ഷിജിയാണ് കേട്ടോ. കൊലസിംഗി ചെടി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു അടിപൊളി പ്ലാന്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. സാധാരണയായി വർണ്ണങ്ങൾ കൊണ്ട് മനോഹാരിത തീർക്കുന്നത് പൂക്കളാണ്. എന്നാൽ ഇലകളുടെ ഭംഗി കൊണ്ട് അതിലേറെ മനോഹാരിത തീർക്കുന്ന ഒരു പ്ലാന്റ്സ് ഉണ്ട്. മറ്റൊന്നുമല്ല അഗ്ലോണിമ. അഗ്ലോണിമ തന്നെ ഹൈബ്രിഡും നോർമലും അങ്ങനെ പല പല വെറൈറ്റികളും. ഹൈബ്രിഡ് വെറൈറ്റികളുടെയൊക്കെ ഭംഗി കണ്ടാൽ എന്റെ പൊന്നെ ഇത്രയ്ക്കും സൂപ്പറാണ്. എന്നാൽ ഹൈബ്രിഡ് വെറൈറ്റീസുകൾ കാണാൻ ഭയങ്കര ഭംഗിയാണ്. എന്നാൽ അത് വളർത്തുമ്പോൾ നമ്മൾ കുറച്ചൊക്കെ ശ്രദ്ധ കൊടുക്കേണ്ടതും ആവശ്യമാണ്. എന്നാൽ നമുക്ക് യാതൊരു ശ്രദ്ധയും കൊടുക്കാതെ തുച്ഛമായ റേറ്റിൽ വെറുതെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന അതിമനോഹരമായ പ്ലാന്റുകളിൽ ഒന്നാണ് ഈ പറയുന്ന അഗ്ലോണിമ. ഈ അഗ്ലോണിമ ഇല്ലാത്ത വീടുകൾ ഒന്നും തന്നെ കാണില്ല. എല്ലാ വീടുകളിലും ഇത്തരത്തിലുള്ള അഗ്ലോണിമ ഉണ്ടാവാറുണ്ട്. ഈ അഗ്ലോണിമയാണ് അഗ്ലോണിമ ഡോണ കാർമൻ എന്ന് പറയുന്ന ഈ അഗ്ലോണിമ. പെട്ടെന്ന് ബുഷിയാക്കി എടുക്കാം. യാതൊരുവിധ കെയറിങ്ങും വേണ്ട. പ്രത്യേകിച്ച് ബോട്ടിമിക്സിന്റെ ഒന്നും തന്നെ ആവശ്യമില്ല. അങ്ങനെയൊക്കെ വളർത്താൻ പറ്റുന്ന സിമ്പിളായിട്ട് ഈവൻ ബിഗിനേഴ്സിന് വരെ വളരെ എളുപ്പത്തിൽ ഇഷ്ടം പോലെ വളർത്തിയെടുക്കാൻ പറ്റുന്ന അതിമനോഹരമായ പ്ലാന്റ് ഒന്നാണ് ഈ ഡോണ കാർമൻ എന്ന് പറയുന്ന ഈ അഗ്ലോണിമ. ഇതിനെ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം ഒന്നേ ഉള്ളൂ. ഇതിനെ നേരിട്ടുള്ള സൺലൈറ്റിൽ നമ്മൾ വെക്കാൻ പാടില്ല. ഒരു ഇൻഡയറക്റ്റ് സൺലൈറ്റിൽ വേണം നമ്മൾ ഈ പ്ലാന്റിനെ വെച്ച് വളർത്താൻ. എങ്കിലേ നല്ല ഭംഗിയിൽ ഈ ചെടി വളർന്നു വരികയുള്ളൂ. ഇനി നേരിട്ടുള്ള സൺലൈറ്റിലേക്ക് നമ്മൾ ഈ പ്ലാന്റ് വെക്കുകയാണെങ്കിൽ ഇതിന്റെ ലീഫൊക്കെ കരിഞ്ഞു പോകാനും സാധ്യതയുണ്ട്. നമുക്ക് ഈ ലീഫിന്റെ പാറ്റേണും സ്ട്രക്ചറും ഒക്കെ എങ്ങനെയൊക്കെയാണെന്നൊക്കെ ഒന്ന് നോക്കാം. മാത്രമല്ല ഇതിന് അതിമനോഹരമായ പൂക്കളും ഉണ്ടാകാറുണ്ട്. അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. നോക്കിയാലോ. അപ്പോൾ ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് നിന്നെങ്കിലേ അത് കാണാനൊരു രസമുള്ളൂ. ഒന്നോ രണ്ടോ ഒക്കെ പ്ലാന്റ് നിന്നാൽ കാണാൻ രസമില്ല. അപ്പോൾ ഇതിന്റെ ആ ഒരു ലീഫ് എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു ഓവൽ ഷേപ്പിലുള്ള ഒരു വലിയ ലീഫോട് കൂടിയതിന് മാത്രമല്ല ഇതിലൊരു പിങ്കും ഒരു ക്രീമി കളറും കൂടെ കലർന്ന കളറുകൾ ഇങ്ങനെ പാറ്റേൺസുകളായിട്ട് ഇതിൽ കാണും. കൂടാതെ ഇതിലൊരു നാരോ ഒരു പിങ്കും റെഡും കൂടെ കലർന്ന ഒരു നാരോ വെയിനും കൂടി ഇങ്ങനെ പോയിട്ടുണ്ട്. അപ്പൊ നല്ല ഭംഗിയുള്ളതാണ് ഇതിന്റെ ലീഫ്. ഇനി നമ്മൾ ഈ പ്ലാന്റിനെ നേരിട്ടുള്ള സൂര്യപ്രകാശത്തിൽ വെക്കുകയാണെങ്കിൽ ഇതിന്റെ ലീഫുകളൊക്കെ കരിഞ്ഞു പോകാനും സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ഒരു ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്നിടത്ത് വേണം ഈ പ്ലാന്റിനെ വെച്ച് വളർത്തേണ്ടത്. ഇതിന്റെ പൂക്കൾ നോക്കിയാൽ കണ്ടില്ലേ, ഇതിൽ നിറയെ പൂക്കൾ ഉണ്ടാകും. നിറയെ ഒത്തിരി പൂക്കള് ഇതിലിങ്ങനെ ഉണ്ടാകാറുണ്ട്. ഇതൊരു ലീഫി പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ പൂക്കൾക്ക് പ്രത്യേകിച്ച് ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. ഈ ഒരു ലീഫിന്റെ ആ ഒരു പാറ്റേൺ ആണ് ഈ ഒരു ചെടിക്ക് ഭംഗി നൽകുന്നത്. നമ്മളൊരു വലിയ പോട്ടിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതിങ്ങനെ തിങ്ങി നിറഞ്ഞ് വളർന്നോളും. അപ്പോൾ ഒരു നല്ലൊരു പിങ്കും ക്രീമും കളറും കൂടെ കലർന്ന പെറ്റ്യൂൾസുകളാണ് ഈ പ്ലാന്റ്സിന് ഉള്ളത്. അപ്പൊ ഇതിനെ ഇഷ്ടം പോലെ വളരെ എളുപ്പത്തിൽ തന്നെ ഈ പ്ലാന്റ്സ് നമ്മുടെ ഇഷ്ടം പോലെ തൈകൾ ഇവിടെ നിന്ന് ഉണ്ടായി വരും. ഇനി നമ്മളൊരു വലിയ പോട്ടിലാണ് ഈ പ്ലാന്റ് വെച്ച് കൊടുക്കുന്നെങ്കിൽ നിറയെ ബുഷിയായിട്ട് ഈ പ്ലാന്റ് വളർന്നിരിക്കും. അപ്പൊ ബുഷിയായിട്ടിരുന്നെങ്കിലേ ഈ ഒരു പ്ലാന്റ് കാണാൻ ഭംഗിയും ഉണ്ടാകുകയുള്ളൂ. ഈ ഒരു പ്ലാന്റ് വളർത്തുമ്പോൾ നമ്മൾ പോട്ടി മിക്സ് ഇന്നതായിരിക്കണം, കൊക്കോപിറ്റ് ചേർക്കണം, അല്ലെങ്കിൽ ചാണകം ചേർക്കണം, അങ്ങനെയൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഇത് വെറുതെ പ്ലെയിൻ ആയിട്ടുള്ള മണ്ണിൽ വരെയും ഈ പ്ലാന്റ് മനോഹരമായിട്ട് വളർന്നോളും. ഒറ്റ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. വെള്ളം കെട്ടി നിന്നാൽ ഈ ചെടിയല്ല ഏത് ചെടിയായാലും നശിച്ചു പോവുകയും ചെയ്യും. ഭംഗിയിൽ തിക്കായിട്ട് വലിയ ലീഫുകളോടുകൂടി വരാൻ വേണ്ടിയിട്ട് നമുക്ക് മാസത്തിൽ ഒരിക്കലോ മറ്റോ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ NPK ഇട്ട് കൊടുക്കാം. അത് ഇട്ട് കൊടുത്തില്ല എങ്കിലും പ്രശ്നമൊന്നുമില്ല, ഇത് വളർന്നോളും. ഇനി നമ്മൾ വലിയ പോട്ടിൽ വെക്കുകയാണെങ്കിൽ ഇതുപോലെ വലിയ വലിയ ലീഫുകളായിട്ട് വന്നത് കണ്ടില്ല. ഇതൊക്കെ പുതിയതായിട്ട് വരുന്ന ലീഫാണ്. അതിന്റെ ആ ഒരു സ്ട്രക്ചറും ഭംഗിയും ഒക്കെ കാണാൻ തന്നെ നല്ല രസമായിട്ടില്ലേ. അപ്പൊ ഈ ഒരു പിങ്കിഷ് കളറൊക്കെ ഇതിൽ തെളിഞ്ഞ് ഈ ലീഫിന് ഈ ഒരു വെയിൻസിന്റെ ഒക്കെ ആ കളറൊക്കെ കയറി വരണമെങ്കിൽ നമ്മൾ ഇതിന്റെ അത്യാവശ്യം ബ്രൈറ്റ് ലൈറ്റ് ഉള്ളിടത്ത് വെക്കണം. ഇനി ബ്രൈറ്റ് ലൈറ്റ് ഒന്നും ഇല്ലാത്തിടത്താണ് നമ്മൾ ഈ പ്ലാന്റ് വെക്കുന്നതെങ്കിൽ ഇതിന്റെ ലീഫൊക്കെ ഈ ഒരു വെയിനേഷൻസ് ഒന്നുമില്ല, അതല്ലെങ്കിൽ ഈ ഒരു ടെക്സ്ചറും അതിന്റെ ഈ ഒരു പാറ്റേൺസും ഒന്നും തന്നെ ഇല്ലാതെ ഗ്രീൻ കളറിലോട്ട് മാറും. ഈ പ്ലാന്റ് നല്ലൊരു എയർ പ്യൂരിഫയർ ആണ്. നല്ലൊരു എയർ പ്യൂരിഫയർ ആയതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്ത് വളർത്താൻ പറ്റും. ഒരു ബ്രൈറ്റ് ലൈറ്റ് ഉള്ള ഒരു സ്ഥലം നോക്കി നമുക്ക് ഇതിനെ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ ഇത് അവിടെ ഇരുന്ന് വളരുകയും ചെയ്തോളും. പിന്നെ ഇതിലിങ്ങനെ നിൽക്കുന്ന ഇത് ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഉണങ്ങി നിൽക്കുന്ന ലീഫുകളെയും അതേപോലെ ഇത് ഇല പോയി കഴിഞ്ഞിട്ട് ഇതുപോലെ കരിഞ്ഞു നിൽക്കുന്ന പാർട്സുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ നമ്മളൊന്ന് മാറ്റി കൊടുക്കണം. അപ്പോൾ ഇത് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കും. അല്ലെങ്കിൽ ഇതൊക്കെ അതിലൊക്കെ കെട്ടി നിന്ന് അതിലൊക്കെ വെള്ളം നിന്നിട്ട് ഈ പ്ലാന്റ് അഴുകി പോകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെ അഴുകി പോകാതിരിക്കാൻ യഥാസമയം നമ്മൾ ഉണങ്ങിയ ലീഫുകളെയും അതേപോലെ ഉണങ്ങിയ ലീഫി പാർട്സുകളെയും ഒക്കെ നമ്മളൊന്ന് മാറ്റി കൊടുക്കണം. വാട്ടറിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഇതിന്റെ ഡെയിലി നനച്ചു കൊടുക്കേണ്ടതൊന്നും ആവശ്യമില്ല.
ഒന്നിടവിട്ട ദിവസമോ അല്ലെങ്കിൽ 3 ദിവസമോ ഒക്കെ കൂടുമ്പോൾ നമ്മൾ ഇതിൻ്റെ ലീഫുകളിൽ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ അപ്പോൾ ആ ഒരു വെള്ളം നമ്മളൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ ഈ പ്ലാന്റ് നിൽക്കുക. അതിൻ്റെ ലീഫൊക്കെ നല്ല ഭംഗിയായിട്ട് നിന്നോളും. ഇപ്പോൾ അതായത് നോക്കി ഈ ഒരു പ്ലാന്റിനെ നോക്കിയാൽ മനസ്സിലായി നല്ല ബുഷിയായിട്ട് വലിയ പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിങ്ങനെ നമ്മുടെ വീടിൻ്റെ ഇൻഡോറിലൊക്കെ ഒരു കോർണറിലൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ ഒരു അടിപൊളി രാജകീയ ലുക്ക് തന്നെ വന്ന് കിട്ടും. വളരെ അടിപൊളി ഒരു പോട്ടിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് ഈ പ്ലാന്റിനെ വീടിൻ്റെ ഇൻഡോർ ആക്കിയും അല്ലെങ്കിൽ ബാൽക്കണിയിലും ഒക്കെ വെച്ച് വളർത്താൻ പറ്റും. ഇതുപോലുണ്ടാകുന്ന കുഞ്ഞു തൈകളെയൊക്കെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് വെള്ളത്തിലിട്ട് നമുക്കിതിനെ വളർത്തിയെടുക്കാം. അതായത് ഇങ്ങനെ നമ്മൾ ഇതിന് സെപ്പറേറ്റ് ചെയ്തെടുക്കുമ്പോൾ അതിൽ മണ്ണോ മറ്റോ ഉണ്ടെങ്കിൽ ആ റൂട്ട്സൊക്കെ നന്നായിട്ട് കഴുകിയതിന് ശേഷം ആ റൂട്ട്സിൽ മണ്ണൊന്നുമില്ലാതെ നമ്മൾ വെള്ളത്തിലോട്ട് മാറ്റി വെക്കാം. അല്ലെങ്കിൽ നമുക്ക് ലൈക്കാബാളോ എന്തെങ്കിലുമൊക്കെ ഇട്ടും നമുക്ക് നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്ത് വളർത്താൻ പറ്റും. ഈ പ്രൊപ്പഗേഷന് വളരെ എളുപ്പമാണ്. ഒന്നുകിൽ നമുക്കിത് ഇതുപോലെ റൂട്ട് വരുന്ന സ്ഥലമുണ്ട്, അതിൻ്റെ തൊട്ട് താഴെ വെച്ച് കട്ട് ചെയ്ത് വേറൊരു പോട്ടി മിക്സിലോട്ട് നട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ സെപ്പറേഷൻ ചെയ്ത് നമുക്ക് പുതിയ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ പ്ലാന്റിനെ ഞാൻ ഇതിൽ നിന്ന് ഒരു തൈ സെപ്പറേറ്റ് ചെയ്ത് ഇവിടെ ഇൻഡോറിൽ ഒരു ഗ്ലാസ് ബോളിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ അതൊരു നല്ല ഒരു എയർ പ്യൂരിഫയർ ആയിട്ട് നമുക്ക് ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്ത് വളർത്താൻ പറ്റും. മാത്രമല്ല അതിൽ നിന്ന് പുതിയ പുതിയ തൈകൾ ഉണ്ടാകുകയും ചെയ്യും. നമുക്ക് പ്രത്യേകിച്ച് ശ്രദ്ധയൊന്നും തന്നെ വേണ്ട. വെറുതെ വെള്ളത്തിലിട്ട് വെച്ചാലും ഇത് വളർന്നോളും. ഇത് ഞാൻ ഒരു കുഞ്ഞിതാ ഈ ഒരു തൈൻ്റെ അത്രയുള്ള ഒരു പ്ലാന്റിനെ കൊണ്ടുവന്ന് ഇതിൽ വെച്ചതാണ്. ഇപ്പോൾ ഇതാ നിറയെ റൂട്ട്സ് ഒക്കെ വന്ന് നല്ല അടിപൊളിയായിട്ട് പുതിയ തൈ വരെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു കുറച്ച് ലൈക്കാ ബോൾ ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഈ പാർട്ട് വരെ വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുന്നതാണ്. കണ്ടില്ലേ, പുറമേലെ വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ പുതിയ തൈ വരെ വന്നിട്ടുണ്ട്. നല്ല ഭംഗിയിൽ ഇത് നമുക്ക് ഇൻഡോറിൽ അത്യാവശ്യം ലൈറ്റ് കിട്ടുന്നിടത്തൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വളർത്താവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് വേറെ ഏതെങ്കിലും നമ്മുടെ ഒഴിഞ്ഞ ബോട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കുപ്പികളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ നമുക്കിതിനെ ഇട്ട് വെച്ച് ഈ ഒരു പ്ലാന്റിന് ഇഷ്ടംപോലെ തൈകൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ പ്രത്യേകിച്ച് കെയറിങ്ങിൻ്റെയും അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ ആവശ്യമില്ല. ഇൻഡോറിൽ വെക്കുമ്പോൾ വെറുതെ വെള്ളത്തിലിട്ട് വെച്ചാലും ഈ അഗ്ലോണിമ പ്ലാന്റുകളെല്ലാം ഒരുവിധപ്പെട്ട എല്ലാ അഗ്ലോണിമ പ്ലാന്റും നമുക്ക് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചാൽ തന്നെ നല്ല മനോഹരമായിട്ട് വളർന്നു വരും. ഈ ഒരു പ്ലാന്റിന്റെ ഒരു കുഞ്ഞു തൈ കിട്ടിയാലും ആരും കളയാതിരിക്കുക. വളരെ മനോഹരമായി നമുക്ക് ഇതുപോലെ കൃഷിയാക്കി വലിയ പ്ലാന്റ് ആക്കി നമുക്ക് ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്ത് വളർത്താൻ പറ്റും. ഇനിയിപ്പോൾ നല്ല റേറ്റൊക്കെ കൊടുത്ത് ഹൈബ്രിഡ് വെറൈറ്റി അഗ്ലോണിമ തന്നെ വളർത്തിയാലേ പറ്റുകയുള്ളൂ, സൗന്ദര്യമുള്ളൂ, ഭംഗിയുള്ളൂ എന്നൊന്നും ആരും ചിന്തിക്കേണ്ട. നമുക്ക് തുച്ഛമായ റേറ്റൊന്നും കൊടുക്കാതെ ഏതെങ്കിലും ഫ്രണ്ടിന്റെ വീട്ടിൽ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ ഇതിന്റെ ഒരു തൈ കിട്ടിയാലും മതി. ഇതിനെ നമുക്ക് ഇതുപോലെ മനോഹരമായി ഇത്രയും വലിയ പോട്ടിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഒരു തൈ കിട്ടിയാൽ പോലും ആരും കളയണ്ട. അതിനെ കൊണ്ടുവന്ന് നമുക്ക് മനോഹരമാക്കി ഇഷ്ടം പോലെ തൈകൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ 3, 4, 5 പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് നമുക്കൊരു കോർണറിലേക്ക് വെക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ അതിമനോഹരമായ ഈ അഗ്ലോണിമ ഡോണ കാർമൻ എന്ന ഈ പ്ലാന്റിനെ കുറിച്ചുള്ള വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇതിലും മനോഹരമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം സിജി നിയാസ്. താങ്ക് യു ഫോർ വാച്ചിങ്.